എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒന്നിൽ കൂടുതൽ ബ്ലൗസുകൾ ഒന്നിച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 3 ബ്ലൗസാണ് ഉള്ളത്. ഇതിൽ 1/2 മീറ്റർ തുണിയാണുള്ളത്. ഇത് ഇതേപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു പിന്ന് കുത്താം, ഇത് ഇളകാതിരിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുക. ബാക്കാണിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബോട്ടം മടക്കി അടിക്കാൻ 1.5 ഇഞ്ച് കൊടുക്കുക, സെപ്പറേറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇറക്കം 14.5 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 5.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരയ്ക്കുക. ആം ഹോൾ 6 ഇഞ്ച് കൊടുക്കാം. ഇത് ബാക്കിനൊക്കെ ഇറക്കം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ 5.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8.5 ഇഞ്ച്. അപ്പോൾ അതിങ്ങനെ ചതുരം വരച്ചിട്ട് നെക്കിൻ്റെ റൗണ്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 38 ഇഞ്ച്, അതിൻ്റെ 4/1 9.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. വേസ്റ്റ് 31 അപ്പോൾ അതിൻ്റെ 4/1 7.25, ഒരു 3/4 ഇഞ്ച് ടക്കിന് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യാം. ടക്ക് ഇതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. ടക്ക് വന്നിട്ട് ചെസ്റ്റിൻ്റെ 4/1 + 1 ഇഞ്ച്, അതായത് ചെസ്റ്റ് 38, അതിൻ്റെ 4/1 9.5, ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ. ഈ ടക്കിൻ്റെ നീളം ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഇത് ഒരെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടി അടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു നെക്കിൻ്റെ കുറച്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ടൊക്കെ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും, അപ്പോൾ അങ്ങനെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാറിയിട്ട് മാർക്ക് ചെയ്യാം. ഇതൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് 38ൻ്റെ 10/1 3.25 ഒരു പോയിൻറ്റും വരും, അത് മാർക്ക് ചെയ്യാം. അതുപോലെ ചെസ്റ്റിൻ്റെ 3/1 13 ഇഞ്ച് ഫ്രണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഏകദേശം 13 ഇഞ്ചാണ് വരുന്നത്. അതൊന്ന് സ്ട്രൈറ്റ് വരയ്ക്കുക. ഈ ടക്ക് നേരെ താഴേക്ക് വരയ്ക്കുക. ടക്കിൻ്റെ വീതി 1.25 ഇഞ്ച് ഒരു പോയിൻറ്റും കൊടുക്കാം. ഇവിടെ നേരെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക.
ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടക്കുണ്ട്, അത് ഇതേപോലെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചാണ്, ഇതൊരു 2 ഇഞ്ച് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ വന്നിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം. ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് ഈ ടക്ക് ഇതേപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തുക. കാരണം ഇതിൽ 3 ബ്ലൗസാണ്. അപ്പോൾ ഇതേപോലെ ടെക്കെല്ലാം അടിയിലേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വേണ്ടത് 7.25 7.25. ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു 1/4 ഇഞ്ച് വേണം, അങ്ങനെ 8 ഇഞ്ച് വേണം. അപ്പോൾ ഇതുവരേക്കും അളക്കുക. അപ്പോൾ 3 ഇഞ്ച്, ഈ 3 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് അളന്ന് നോക്കുക, 3 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, ഇവിടെ ഒരു 3/4 ഇഞ്ച്, അപ്പോൾ ആകെ 4.25 ഇഞ്ച് വരും. ആ 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ അതേ 4.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അങ്ങോട്ട് മാറിയിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതേപോലെ 4ആക്കി മടക്കിയെടുക്കുക. ഒരു 1.25 ഇഞ്ച് സ്ലീവ് റൗണ്ട് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവ് 7 ഇഞ്ചാണ്, 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ വരയ്ക്കുക. ഇനി ഇവിടെ സ്ലീവ് റൗണ്ട് 11.5 അപ്പോൾ അതിൻ്റെ പകുതി 5.25 വയ്ക്കുക. ഇങ്ങോട്ടൊരു അല്പം ക്രോസ് കൊടുക്കുക. ഇതേപോലെ ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. ഇവിടെ ലേശം തയ്യത്തുമ്പ് കുറവാണ്, കുഴപ്പമില്ലാതെ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.